Hi children, good afternoon to everybody. ഇന്ന് നമ്മൾ സാധാരണ വ്യത്യസ്തമായിട്ട് മാത്സിന്റെ കുറച്ച് കാര്യങ്ങൾ, അത് ബേസിക് ആണ് എപ്പോഴും പറയുന്നത്, സം ബേസിക് ഐഡിയാസ് എങ്ങനെ കണക്ക് ഇൻട്രസ്റ്റ് ആക്കാം. എവിടെയാണ് കണക്കിന്റെ പ്രശ്നം? മാത്സിന്റെ പ്രശ്നം ചെറിയ ക്ലാസ്സുകളിലാണ്. 3, 4, 5, 6 അങ്ങനെയുള്ള ചെറിയ ക്ലാസ്സുകളിലാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ഉണ്ടാവുള്ളത് കേൾക്കുന്നത്. ഇവർക്ക് ആദ്യമായിട്ട് ഓപ്പറേഷൻസ്, അഡീഷൻ, കൂട്ടുക, കുറക്കുക, കേൾക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, 4 ഓപ്പറേഷനാണ്. പ്ലസ്, മൈനസ്, ഇൻറ്റു ആൻഡ് ഡിവിഷൻ. അത് കൂട്ടലും കേൾക്കലും ഒക്കെ ചെറിയ ക്ലാസ്സിൽ തന്നെ ശരിയാവണം. പിന്നെ ക്ലാസ് 3 അധികം ഒന്നും പഠിക്കണ്ട, ഒരുപാട് പഠിപ്പിക്കുക. അതാണ് നമ്മളെ പ്രശ്നം. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ കരിക്കുലം ഏതായി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പഠിപ്പിക്കണം. അവിടെയാണ് പ്രശ്നം. ചില കരിക്കുലം എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അറിയില്ല. ബ്രിട്ടീഷ് സിസ്റ്റമൊക്കെ ചെറിയ ക്ലാസ്സിൽ അങ്ങനെയാണ്. അവർ ബുക്കൊന്നും കൊണ്ടുവരില്ല വീട്ടിലേക്ക്, അതുകൊണ്ട് അവർക്ക് ടെൻഷൻ ഇല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് മാത്രം പഠിക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാലം മാറിയല്ലോ. അപ്പോ CBSE ആയിക്കഴിഞ്ഞാലും കേരള സിസ്റ്റം ആയിക്കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ല, പഴിചാരിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ നമ്മളെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുക. അതാ എനിക്ക് പറയാം. ഇത് നമ്മളെ കുട്ടികളാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഏരിയയിലെ കുട്ടികൾ. ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. ഗവൺമെന്റിലും അല്ലാതെ എല്ലാ ലെവലിലും സ്ഥാപനങ്ങളുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അന്വേഷിക്കണം? റിയലി ശരിക്കും പാരൻസ് അന്വേഷിക്കണം, എവിടെയാണ് പ്രശ്നം. മുമ്പത്തെമാരി കാണുന്നു, ഞാൻ സത്യമായിട്ട് പറയാം, മുമ്പത്തെമാരി ഒരു ഉള്ളിലോട്ടുള്ള ചിന്ത കാണുന്നില്ല. പ്രത്യേകിച്ചും കണക്ക്, സയൻസ് ഈ സബ്ജക്റ്റ്. ഇംഗ്ലീഷിന് വളരെ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ എന്ത് പറഞ്ഞാലും മലയാളം മീഡിയം, ഞാൻ മലയാളം മീഡിയം പഠിച്ചതാണ്. പക്ഷേ കേരളത്തിൽ ഇന്നെ സംബന്ധിച്ചോളം, കേരളത്തിൽ അറിയാലോ, കേരളത്തിൽ തൊഴിൽ സാധ്യത, ഇന്ത്യയിലെ തൊഴിൽ സാധ്യതയൊക്കെ എല്ലാവരും പുറത്തു പോകണം. അവിടെയൊക്കെ ഇംഗ്ലീഷ്. നമ്മൾ പറയുന്നത് ലാംഗ്വേജ് സൂചിയും നൂലും പോലെ. സൂചി അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണം. നമ്മളെ കണക്കായി കഴിഞ്ഞാലും സയൻസ് ആയി കഴിഞ്ഞാലും ഏതായി കഴിഞ്ഞാലും ലാംഗ്വേജ് വേണം. അതൊരു സൂചിയാണ്, അതിൻ്റെ ഒരു ത്രെഡാണ് മാത്സ്, മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. മോറല് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. മോറൽ സയൻസ്, മതം, ഏത് മതമായി കഴിഞ്ഞാലും ഒരു മൊറാലിറ്റി ഇല്ലാത്ത സമൂഹത്തിലല്ല നമുക്ക് വേണ്ടത്, സമുദായത്തിലല്ല നമുക്ക് വേണ്ടത്. മൊറാലിറ്റി ആദ്യമായിട്ട് വേണം. പല സിസ്റ്റം നമുക്കറിയാലോ, ബ്രിട്ടീഷ് സിസ്റ്റം, അമേരിക്കൻ സിസ്റ്റം, ജാപ്പാനീസ്, ഫിൻലാൻഡ്, എല്ലാം ആദ്യമായിട്ട് ക്യാരക്ടറാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ടാണ് മാത്സും ഒക്കെ പഠിപ്പിക്കുക. ഇതിൻ്റെ ഒപ്പം അതും വേണം. അതെല്ലാം ശ്രദ്ധിക്കുക പ്ലീസ്. ഒന്നും കൂടി നമ്മളെ നമ്മൾ പാരൻസ് കുറെ കൂടി ഉഷാറാക്കുക. എവിടെയാണ് അറിയാത്തതുകൊണ്ട് ചോദിക്കാൻ ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അന്വേഷിക്കും. മുമ്പത്തെ മാതിരിയൊന്നല്ല. ഞാനൊന്നും പഠിക്കുന്ന കാലത്ത് അകലെ 80s 70, 80, 76, 80 ആരും ഇല്ലായിരുന്നു. ആരോടും ചോദിക്കാനില്ലായിരുന്നു. ഭാഗ്യത്തിന് മാത്സ് ഗ്രൂപ്പ് എടുത്തു. പിന്നെ അങ്ങോട്ട് പോയി എല്ലാം മാത്സ് കിട്ടി. ഇൻട്രസ്റ്റ് നല്ല അധ്യാപകരും കിട്ടി. കോളേജ് ലെവലിലല്ല ഞാൻ പറയുന്നത്, സ്കൂൾ ലെവലിൽ. അവിടെയാണ് അതിന്റെ ബേസ് വരേണ്ടത്. പിന്നെ അങ്ങോട്ട് സ്വന്തമായിട്ടൊക്കെ പഠിച്ചോളൂ. അപ്പൊ മറ്റ് കുറച്ച് സഹായിച്ച ആൾക്കാരെ മറക്കാൻ കഴിയുന്നില്ല. എന്നാൽ അലിഗറിലൊക്കെ, ഇവിടെ അലിഗറിലൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ അബ്ദുറഹ്മാൻ സാഹിബ്, വഫ സാഹിബ്, അതുപോലെ തന്നെ ബീരാൻ സാഹിബ്, യു ബീരാൻ. അപ്പൊ അവരൊക്കെ ഓർമ്മിക്കാണ്, അത് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ അങ്ങനെയല്ല. എല്ലാവരും ഓരോ എല്ലായിടത്തും ആൾക്കാർ സഹായിക്കാനുണ്ട്. ധാരാളം ട്യൂഷൻ സെന്റർ. അപ്പോൾ ആവശ്യമുള്ളതിന് മാത്രം നിങ്ങൾ മറ്റുള്ള സപ്പോർട്ട് സ്വീകരിക്കുക. സ്വന്തമായിട്ട് ചെയ്യ കാര്യം. പാരൻസോ ശ്രദ്ധിക്കുക. ഞാൻ അധികം വേറെ പറയല്ല, കുറച്ച് കാര്യം സങ്കടം കൊണ്ട് പറയണം. കാരണം
കണക്കിന്റെ കാര്യത്തിൽ നമ്മുടെ നാട് വളരെ പിറകോട്ട് പോയിട്ടുണ്ട്. അത് കേരളത്തിൽ പൊതുവെ ഒരു സമ്പ്രദായം, ഒരു എന്താ പറയാ, ഇപ്പത്തെ സിനാരിയോ അങ്ങനെയാണ്. പക്ഷെ എല്ലാത്തിലും കണക്ക് വേണം. എല്ലാത്തിലും, എല്ലാ ടെസ്റ്റിലും കണക്ക് വേണം. ടെസ്റ്റ് ഇല്ലാതെ ഒന്നുമില്ലല്ലോ. മാർക്കൊന്നല്ല ഇപ്പൊ വേണ്ടത്, ടെസ്റ്റാണ്. ആ ടെസ്റ്റിന് മാർക്ക് കിട്ടണം. അപ്പൊ അതിന് കുറെ കൂടി ശ്രദ്ധ കൊടുത്തിട്ട് എന്ത് സഹായത്തിനും നമ്മളൊക്കെ തയ്യാറാണ്. എല്ലാവരും തയ്യാറാണ്. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വളർന്നവരാണ്. അപ്പൊ നമ്മൾ ബേസിക് ഐഡിയ എന്താണ്? കുട്ടികൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കൂട്ടുപേർക്ക് അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഗുണകോഷ്ടി, അത് പഠിക്കണം. 10 വരെയല്ലേ പഠിക്കണം. 10 പഠിക്കേണ്ട ആവശ്യമില്ല, ഈസിയാണ്. 9 ഫിംഗർ മെത്തേഡ് എവിടെ നിങ്ങൾ കാണാൻ പറ്റും? ഇപ്പൊ എല്ലാവരും അതാണ് പരസ്യം ചെയ്യുന്നത്. 9-ന് മാത്രം ഫിംഗർ മെത്തേഡ്, മറ്റേനുണ്ടോ ചോദിക്കണം, കണ്ടുപിടിക്കുക നിങ്ങൾ. ലോഗ് ഒക്കെ പറഞ്ഞിട്ട് 9-ന് ഫിംഗർ മെത്തേഡ് ഉണ്ട്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോ 10-ന്റെ പകുതിയാണ് 5 വരുന്നത്. 1 പഠിക്കേണ്ട ആവശ്യമില്ല, 2 ഒക്കെ നോ പ്രോബ്ലം. എനിക്ക് പറയാനുള്ള 5-ാം ക്ലാസ്സിൽ ഒരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ, 4-ലായി കഴിഞ്ഞാലും 5-ലായി കഴിഞ്ഞാലും ആസ് ഏർലി ആസ് പോസിബിൾ 4-ാം ക്ലാസ് അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിൽ എങ്കിലും ആ ടേബിള് 10 വരെ പഠിച്ച് ഒരു കൺഫ്യൂഷനും പടില്ല. അധികം പോണ്ട. 6 ടേബിൾ ആണെങ്കിൽ 6 ടൈം 9, 6 ടൈം 10, 6 ടൈംസ് 2, 6 ടൈം 11 ഒന്നും ആവശ്യമില്ല. അതൊക്കെ എഴുതി ചെയ്യാം. 2 ഡിജിറ്റ് നമ്പർ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ സഹകരണം ആവശ്യമാണല്ലേ. എങ്ങനെ കണക്ക് നമുക്ക് ഇൻട്രസ്റ്റ്, അതിനുവേണ്ടി എന്തും നമ്മൾ ചെയ്യാം. കണക്ക് താല്പര്യം വേണം. താല്പര്യമാണ് ഒരു സബ്ജക്റ്റ് പഠിക്കാനുള്ള അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചറോട് താല്പര്യം വേണം, ഇൻട്രസ്റ്റ് ആണോ. ബോറിംഗ് ക്ലാസ് ആവരുത്. അത് ലേണിംഗ് ബൈ ഡൂയിങ്, ആക്ഷനും ബോഡി ലാംഗ്വേജ് വട്ടെവർ. എൻ്റെ കുട്ടിക്ക് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ക്ലാസ്സിൽ യു ആർ ദ സുപ്രീം ക്ലാസ്സിൽ, യു ആർ ദ കിങ് ഓർ ക്വീൻ. മറ്റുള്ള പ്രിൻസിപ്പളൊക്കെ വരും, അത് പ്രശ്നമാക്കേണ്ട കാര്യമല്ല. അപ്പൊ അവര് ഒരു ക്ലാസ് ഒഴുകണം. നമ്മൾ ചാലിയാറ് ഇരുവഴിഞ്ഞൊക്കെ ഒഴുകുന്ന മാതിരി ക്ലാസ് ഒഴുകണം. അതിനു വേണ്ടി ചെയ്ത് ലയിക്കണം, ആസ്വദിക്കണം ക്ലാസ്. കുട്ടികൾ ആസ്വദിക്കണം. അതിനെന്താ നമ്മൾ ചെയ്യാം? എനിക്ക് മനസ്സിലായ ബേസിക് ഐഡിയ കുട്ടികൾക്ക് ആരും കൊടുക്കുന്നില്ല. എല്ലാവരും സിലബസിന്റെ ബുക്കിന്റെ പിറകെയൊക്കെ പോയിട്ട് ബുക്കിന്റെ പുറത്തേക്ക് ഇങ്ങോട്ട് വരുന്നില്ല. നല്ല സിസ്റ്റമാണ് നമ്മളെ കേരള സിസ്റ്റം, CBSE ഒക്കെ. പക്ഷെ നമ്മൾ ആ സിലബസിൽ പ്രഷറാണ്. പ്രിൻസിപ്പൾക്ക് പ്രഷർ, മാനേജ്മെന്റ് അല്ലെങ്കിൽ അതോറിറ്റിയിൽ നിന്ന് വരും, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് പ്രഷർ, പ്രിൻസിപ്പാളിനും പോർഷൻ, ടീച്ചിങ് നോട്ട്, സിലബസ്, അസൈൻമെന്റ് ഒക്കെ പറഞ്ഞു വരും. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ടിടാം, നമുക്ക് ചിന്തിക്കണം. അപ്പൊ ആദ്യമായിട്ട് അധികം വേറെ പറയുന്നില്ല, പറയുന്നു നീണ്ടുപോവാണ്. പെപ്ടോക്കാണ് ഇത്. നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് പഠിക്കും, ഒന്ന് റിവൈസ് ചെയ്യും. എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല. 6 ടേബിൾ ആണ്, 7 ടേബിൾ ആണ്, 7 ടൈംസ് 1, 7 ടൈംസ് 2, 7 ടൈംസ് 3, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചാൽ 7 ഇൻറ്റു 1, 7 ഇൻറ്റു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ലാംഗ്വേജ് ഞാൻ കുഴപ്പമില്ല പഠിക്കാം. ഓക്കെ. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി സമയം ദിവസം 1 മണിക്കൂറെങ്കിലും ചെലവഴിക്കും, നല്ല രക്ഷ. ഓക്കെ. നൗ ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഐ തിങ്ക് യു വിൽ എൻജോയ് ദാറ്റ്. ഏത് ലാംഗ്വേജ് ആയാലും കുഴപ്പമില്ല. ലുക്ക് ഹിയർ, വാട്ട് ആർ ബി ദ ലാംഗ്വേജ്. സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, അതിന് ആൻസർ പറയുന്നതായിരിക്കും. അതായത് വൈറ്റ് ബോർഡ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ ബേസിക് ആണ് കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ. കാരണം ബേസിക് കണക്കിന്റെ ബാലപാഠങ്ങൾ, basic of maths, some basic ideas, basic of maths. Today is 25, I think, but 24/7/24, that is better. 24/7/24, good. നമ്മൾ സാധാരണ കാണും
നിങ്ങൾ കാണുന്നത് എല്ലാവർക്കും കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ പലയിടത്തും കാണും. ഒരു സീറോ എന്ന സംഭവമുണ്ട്, സീറോ. ഓക്കെ, കണക്കിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? ഹൗ മെനി ഡിജിറ്റ്സ് ആർ there in maths? I am not talking about two-digit number, one digit, that means digits. Numbers are made by digits. Zero. Before they are talking about digits. Digital clock of Karyala, digits. How many digits are there in maths? Maths letter digits ഉണ്ട്. How many digits in maths? How many digits? എത്ര digits ഉണ്ട് maths? ആർക്കെങ്കിലും പറയാൻ പറ്റും? You can ask. I know you have now Nirmida Buddhi. Then what is that? DID? There's many things that you can ask, they will answer you, I know. AI, you know. AI. Okay, you can refer, no problem, but tell me how many digits are there in maths? എത്ര digits in the maths? ആർക്കെങ്കിലും പറയാൻ പറ്റും? How many digits? എത്ര digits maths? 10 digits are very good. That means 0, 1, 2, 3, 4, 5, 6, 7, 8, 9. Not 10. 10 is a two-digit number. These are the digits of math. 0, 1, 0, 2, 9. There are 10 digits. Total 10 digits. അത് മനസ്സിലാക്കി. 10 digits ആണ് മാത്സിലുള്ളത്. എല്ലാ നമ്പേഴ്സും ഈ ഡിജിറ്റ്സ് കൊണ്ട് ഫോമാണ്. There are 10 digits in maths. Do you agree with me? സമ്മതിച്ചില്ലേ? There are 10 digits in maths. You know which are the digits? Second page. Now what about numbers? Second page. Numbers. First I told about digits. Now I am talking about numbers. Digits. It is very clear there are 10 digits. Digits. 10 digits. Actually, mathematical alphabet, digits and operation, sign, something like that. That is mathematical alphabet. Now my question, how many numbers are there? We cannot divide, we cannot design many. Etro, daral, infinitive. Infinitive, not defined. Many, we can say. Many numbers are. 1, 2, 3, 4, 5, 6, 21, 99, 80, 9,000, 1 lakh, million. Many numbers are there. Please write this. First I told about the digits. There are then many numbers are there. Can I say numbers are formed by digits? Numbers are formed by digits. Yes, there are 10 digits. After that, 2-digit number, 3-digit number, many things are there. Numbers are formed by digits. Many numbers are there. I think there is no confusion. 0 is a digit. 1 digit. Number, there is a number. 1-digit number, 2-digit number. 7 is a digit. 7 is a number. It's a 1-digit number. But 11 or 12, it is not a digit. That is a number made by digits. 2-digit number. Okay. Now listen here. Here 0 we found. 0. This is a 0. Writing also, be careful. Don't write 0 like this. It is wrong. 0 must be like this. I noted like that. See, down, like that one. 1, 2. Here, why I am writing this? I noted that some of the children are writing high standard schools. Too much they are paying fees. Then also they are starting 1 down to up. Then, but you have to start from 1 up, down, 2, 3, 4, 5.
you can see like this, we can write far. 6, write this, you have to write down, up, not up, down, down, up to down, start from here. I am very sorry to inform you, some of them are writing 6. Now, like this, you have to go. 7. Again, 8 is a problem. 8, like this only. See, here you have to start. Like this, no. 8, from here, like down and up. 9, you have to write 9. Okay, after that, 1, 10, 10. Now listen here. The way some are writing, please correct it first. Today, please correct it. 0. You had to start like this, 0, like this only. Don't start like this. You have to start. Yeah, I told you. Don't do like this. It is wrong. You have to do like this, 0. 1. Don't write 1 like this. It is wrong. You have to write 1 like this. It is correct. Understand? Down, not up. Try to correct. 2, you can write, see, like this or like this, doesn't matter. But starting from top to down. 3. Okay, no problem. 3. 4 also. But far, you have to start like this, far. Don't do like this, reverse course. 6, be careful. I noticed some are writing 6 like this. This is not 6. This is not 6. It is wrong. You have to start like this, 6. Down, up. 7 also. From the top, you have to start. 7, down. Now 8 also, a great problem, 8. 8 and 9, really, I am worrying a lot of problems are there. 8. 8, you have to start like this. See, like this. Look here, from here, down, down, up, down, up. Some are writing 8 like this too. This is not 8, my dear children. Some are writing 8 like this. No, it is wrong. It is wrong. Both are wrong. You have to write, look here, all of you, 8. See, down, then up like this. From here, are you following or not? Please rectify this one. Class 4 or class 3, we are starting this class 1. Dear teachers also, be careful when they are writing. അവർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഫിംഗർ മൂവ്മെന്റ്. ഇത് പെണ്ണ് പിടിക്കുന്നവരെ ശ്രദ്ധിക്കണം. ഫിംഗർ, അത് മൂവ്മെന്റ്, ഫിംഗർ മൂവ്മെന്റ് ആണ് വേണ്ടത്. ചിലർ പെണ്ണ് ഇങ്ങനൊക്കെ പിടിച്ച് ബുദ്ധിമുട്ടാവുന്നത് കാണാം. റൈറ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ്, നോ പ്രോബ്ലം, ഡസന്റ് മാറ്റർ. നോ, വാട്ട് ഐ ആം ടെല്ലിംഗ് ഹിയർ, 8 is over, now 9. Some are writing 9 like this. This is not 9. It is not 9. You had to do from here down. See, like this, 9. Down. From the top, you have to start. Down. Then down. 9. 10. Again, 10 means don't write like this. 1, 0 only. See, 10. Some are writing 1. Everything wrong. You have to write down, down, like this. I think you understood this one, this concept. So basic thing I am talking about. So you understood how to write. 66, like this only. 99, like this. 9, 9, 9, 9, 199. 1002, like this. 0, 0 yet. Okay, this is clear, I think, so there is no confusion. I told you study the table also. Now, the digits. 10 digits are there, but many numbers are there. Now listen here. Listen. Next page I want. And take it the next page. This is page number 3. This different color. Let me check a different color. Okay, fine. I told you 0.
Zero concept. I'm starting with zero concept. What is it? Zero concept. What is it? Zero concept. Yes, sir. The property of zero. 7 plus 0 is 7. Yes, 7 plus 0 is 7. 7 minus 0 or 7D minus 0 is 7D. Okay. There is no difficulty, nothing. Good friend for addition and subtraction, 0. 0 means nothing. Nothing is there. In my pocket, 100 rupees. I am giving you 100 rupees. In my pocket, 0 rupees. That is the zero concept. Now listen here. When you are doing multiplication, be careful. Now 5 into 2 into 0. What is the answer? No need of multiplying because 0 is that is atom bomb 0. Any number into 0, that is 0. Any number into 0, 0. 100 into 0, that is 0. Or 5 into half into 0. No need of doing that is 0. I think you know that. Any number into 0, 0. Please understand that whenever you are doing multiplication, 2 into 3 into 5 into 1 by 5, all are multiplication. Somebody is knocking, you are inside. 0, don't allow 0 inside. This 0 will destroy everything. Because of this 0, everything 0. Understand? For addition, no problem, I told you, but for the multiplication, 0 is dangerous, atom bomb. It will destroy everything. I think you understood 0. I told you addition, subtraction, good friend, best friend, but multiplication, it is a dangerous atom. Now, next operation is division. What will happen division? All are confusing here. Division. Division. What is happening? Suppose 10 divided by 0. What is that? It is not 0. Not defined. You have 10 chocolate, 0 chocolate, 0 chocolate. That means division is repeated subtraction. Division is repeated subtraction, division. ഹരിക്കാന് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. That is division, repeated subtraction. Repeated subtraction. You know that division, repeated subtraction. 10 divided by 0, there is no meaning. No meaning. Are you sure? What is the meaning of I have 5 chocolate or 15 chocolate? I am dividing by 0. That means 15 by 0. It is not 0. 0 into 0, it is not 15. So this is wrong answer. It is 15 divided by 0, that is not defined. What is it? Not defined. We cannot, why? We cannot define that. Not defined. But be careful. Whenever, let me take the 4th page. Whenever we are taking 0 divided by 3. What is 0 divided by 3? 0 divided by 100. Don't cut the zeros like that. This is 0, my dear. Any number divided by 0, no meaning. And 0 divided by any number, that is 0. This is 0. Before we studied any number into multiply by 0, that is 0. Now, 0 divided by any number is 0. It is correct.
3 into 0, 0. Because look here. If 8 divided by 4, that is 2. We know 4 into 2, that is 8. Correct? We know that. Or 10 divided by 2, that is 5. 2 times 5, that is 10. Or 10 divided by 5, that is 2. 5 times 2, that is 10. That is correct. So 3 into 0, 0. 100 into 0, 0. So there is no confusion. 2 or 20, 205 divided by 0. Be careful. It is not 0. No defined, we studied. But 0 divided by 55, that is 0. 0 into 55 is 0. All of you, please write this one. 0 into any number I told you before. So please write next page. Here, please. This is the 5th page, I think so. Let me change the color. Blue. What we studied? Any number into 0, that is 0. To example, you have to write. 3 into 5 into 10 into 0, that is 0. Now, 0 into a number is 0. Multiplication. We know multiplication, repeated addition. 0 times. Now, division. Be careful. 0 divided by 0 divided by any number. 0 divided by any number. That means, can I raise 0 by any number? Tell me 7. What is this? It is 0 because 7 into 0 is 0. Any number is 0. All of you write this as a note. Any number. This also any number. Note, I am giving the note. These are the notes. First one. First. Second. 0 divided by any number is 0. Now third one. Don't confuse. Any number divided by any number divided by 0 divided by 0, that is not defined. What is it? We cannot define it. Not defined. ND. We are using ND small letter. What is this? Any number, suppose it is 11 divided by 0, it is not 0, it is ND, not defined. 105 divided by 0, that is ND, not defined. I think you understand, not complicated. First I told multiplication, any number into 0, that is 0, there is no confusion. Many examples you had to write. 3 more examples you had to write from home. 0 divided by any number is 0. 0 by 7, 0. 0 by 2, 0. Because 2 into 0, 0. Or 0 by 25, that is 0. 25 into 0, 0. 2 times 0, 0. But be careful, any number divided by 0, not defined. Because division is repeated subtraction. I am giving 0 chocolate, 0, I have 10 chocolate or 100 rupees in my pocket. I am giving 0 rupees, 0 rupees, 0 rupees. I can infinity many children I can give, but next time you will not come. What is the use of this one? That is time waste. Am I right or not? Yes, time waste. No define, we cannot define. Okay? I think you understood this one. So 0 concept. Okay?
So this is a basic thing. What I told today, all of you, please listen again. I want to bind up. Look here. Your first page. Let me check the first page. Look, first page. Today we are talking about some basic idea of math. Basic idea. Some ideas. What I felt, something that means we need again revise. I don't want to talk about big ideas. After this next class, I will talk about the big ideas. Digits. How many digits are there? There are 10 digits in math. There are 10 digits. I told you 10 digits. 10 digits. Digital clock, everything. Yes, 10 digits. This is artificial intelligence. There are 10 digits. Okay, next page. What we told? Next page. Yes. 10 digits are their mass. There are 10 digits. And then again, numbers. There are many numbers. Numbers are formed by digits. No digits are formed by numbers. Numbers are formed by digits. Yes. Then after that, I told how can we write 0, 1, 2, 3. You had to practice from this. You had to write like this. Everything, it must be a proper way. You had to practice that. Correct your, any mistake is there. I noted many mistakes. That is why I'm telling this one again. Because if you are traveling to the road, you had to walk right, left. You had to use that one. Walk through you keep your right side. Walking, morning walking, whatever be that right side. Because we can see the car or bicycle, the vehicle. Because they're keeping the left side. So everything, don't break the laws. You will think that why sir is telling like this, I can write 6 or 8 like this. This is also 8. No, it is wrong, my children. Don't write. You had to write like this only. See. 1, don't write like this, I told you. This is not 1. This is 1. Up, down, that is the. Start from up. Now next one, next page. Listen here, third page. What I told about the zero concept. First one, 0. First digit, 0. Zero concept. Good friend for addition and subtraction, but dangerous for multiplication. I am calling here best friend. Here enemy, that is my definition on enemy. That is enemy. And that's not friend, not English, enemy. Understand? It will destroy everything. Dangerous. Best friend and dangerous friend. That means enemy, you can say enemy. Yeah. So, what I told, multiplication, any number into 0, 0. After that, division, repeated subtraction, any number divided by 0, not defined. There is no meaning. Not defined. ND. These are, again, please, ND. Remember ND. Now, after the next page, what we did. Look, next page. Let me take the next page, third page after that. Okay. Fourth page. What we talking about? Yes. 0 divided by any number is 0. 0 divided by 5, 0. 0 divided by any number. Suppose 0 divided by x, that is 0. That is x into 0, 0. Like this. You can check this one. Algebra, I will teach you. I will come to algebra next classes. Understand? More classes will be there. Inshallah, we can do more classes. Now, 205 divided by 0, does it matter? That is not defined. 10 divided by 0, don't cut the 0 and 0. No, it is not, it is wrong, not defined. If it is 1, 1 into 0 must be 10. It is wrong. No, it is not correct. So don't confuse. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ മൈൻഡ് ഒന്ന് ഉറപ്പിക്കണം മനസ്സിലായില്ലേ
നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വരാം. വേണ്ടാത്തൊക്കെ ഇന്ന് മുതൽ പുതിയൊരു പ്രതിജ്ഞ ഡിലീറ്റ് ചെയ്യുക. നമ്മളെ മനസ്സിൽ വേണ്ടാത്ത ചാറ്റിങ്ങോ മറ്റോ ഒരുപാട് കാര്യങ്ങളില്ലേ, വാട്സപ്പ്, ഒന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. നിങ്ങൾ വിദ്യാർത്ഥികളാണ്, സ്റ്റുഡൻസ്, എനിക്ക് ആവശ്യമില്ല, എല്ലാം ബ്രെയിനിൽ കൊള്ളൂല. അപ്പൊ ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്യാം. മനസ്സിലായി? ഞാൻ എപ്പോഴും പറയാണ്ട്, യു ആർ എ ജി, ഐ ആം ബി ജി, ഞാൻ ബി ജി ആണ്. ബിഫോർ ഗൂഗിൾ യു ആർ എ ജി, ആഫ്റ്റർ ഗൂഗിൾ ജനറേഷൻ ഓർ ആഫ്റ്റർ എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള കുട്ടികളാണ് നിങ്ങളൊക്കെ. നമ്മളൊക്കെ ഇപ്പൊ അതാണ്. ഞാനല്ല, നിങ്ങളൊക്കെ. എ ഐ, ബി ജി ബിഫോർ ഗൂഗിൾ, ബി ഐ ബിഫോർ ബി എ ഐ. ഇനി അതിന്റെ ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്, ഡി ഐ ഡി ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. എനിവേ, പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് ശ്രദ്ധിക്കണം. ബേസിക് നമ്മൾ പോകരുത്. ഓരോ സബ്ജക്റ്റും അതിന്റെ ബേസിക് അറിയാതെ പോയി ഞങ്ങൾ വീണ് പോകും. പ്രത്യേകിച്ച് മാത്സ് ഒക്കെ എന്താ പറയാ, നിങ്ങൾ കണ്ടില്ലേ എന്ത് രസം അറിയോ? ബിൽഡിംഗ് ഒക്കെ ഉണ്ടാകും, ബേസ് എല്ലാം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക, എന്നിട്ട് അങ്ങനെ പോകും അല്ലേ. ബേസ് കുറെ അധികം ഉണ്ടാവും, ബേസ് സ്ട്രോങ് ആയിരിക്കും. എന്നിട്ട് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എത്ര രസമായിട്ട് നമ്മൾ ഇതിൽ വരുന്ന പൈത്തഗോറസ് തിയറൊക്കെ ഉപയോഗിക്കുന്ന അറിയും. അത് ഇവിടെ ഞാൻ വീടിന്റെ കൺസ്ട്രക്ഷന്റെ എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു, നമ്മളെ മേലെയല്ലേ ബൈജു, ഓനത് ഉപയോഗിക്കുന്നത് കണ്ടു. ഹൈപ്പോട്ടനിസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ അല്ല. അല്ലെങ്കിൽ സം ഓഫ് ദ വാട്ട് ഐ ക്യാൻ സേ ഹൈപ്പോട്ടനിസ് സ്ക്വയർ ഈസ് ഈക്വൽ സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ടു സൈഡ്സ് അല്ല. അവനക്കറിയാം ഇവിടെ 3 എടുക്കുക, ഇവിടെ 4 എടുക്കുക, എന്നാൽ ഇവിടെ 5 കറക്റ്റ് ആയി. അത് ഞാൻ പറഞ്ഞുണ്ട്, വളരെ രസമായിട്ട്. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഒബ്സർവ് ചെയ്താണ് അവന്റെ പണിയിൽ. ഓക്കെ, ആര് എന്ത് പണിയായി കഴിഞ്ഞാലും അവരത് ഉപയോഗിക്കുന്നത്. മാത്സ് എല്ലായിടത്തും നിങ്ങൾ സെർച്ച് ചെയ്ത മാത്സ് എല്ലായിടത്തും മാത്സ്. എക്സാം പാസ് ആവാനല്ല, അത് നമ്മളെ ബ്രെയിനിനെ ഇതിനെ വളർത്തും. ഇത് ഈ സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റ് ആയി കഴിഞ്ഞാൽ എസ്പെഷ്യലി മാത്സ്, ലൈഫിൽ നമ്മൾ സക്സസ് ആവും. നമ്മൾ മാത്സിൽ ഞാൻ പറഞ്ഞ എപ്പോഴും പറയാണ്ട്, ഷോർട്ട് കട്ട് ഇസ് നോട്ട് എ റോങ് കട്ട് ഇൻ മാത്സ്. ഇംഗ്ലീഷ് ടീച്ചർ വിൽ ടെൽ ഷോർട്ട് കട്ട് ഈസ് എ റോങ് കട്ട്, ബട്ട് മാത്സ് ഷോർട്ട് കട്ട് ആണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടണം, മെത്തേഡ് വേണം, അത് ലോജിക്കലാണ്, മൊറാലിറ്റി കീപ്പ് ചെയ്യണം. ഓക്കെ, ഫൈൻ. നൗ നെക്സ്റ്റ് പേജ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ. ഓക്കെ, എനി നമ്പർ ഇൻറ്റു 0 0 നോട്ടായിട്ട് എഴുതി. നമ്പർ ഇൻറ്റു 0, number into 0, that is 0. Correct? Then being example we wrote, 3 example you had to write. 0 divided by any number is 0. 0 divided by any number. 0 നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 ആയിരിക്കും ആൻസർ. അതിന്റെ കാരണം 7 into 0 0. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയിരിക്കും. ബട്ട് ഇത് ബി കെയർഫുൾ. ഏതെങ്കിലും നമ്പർ ഡിവൈഡഡ് ബൈ 0 നോട്ട് ഡിഫൈൻ. Suppose I am doing here. Here, listen here. I think page is over. Now, next one. Any number we told. X is a number or Y is a variable, you know. X is a variable. X into 0. Now, as divided by 0. 0 divided by X. And Y into 1. Another variable. What is it? After this, let me conclude this one. This is the last 1 more minute on. So what is this? X into 0. That is 0, sir. Any number into 0 0. Any number divided by is a variable, you know. X is a variable. Any number divided by 0. Sir, you cannot not define. We did many examples. That means 75 divided by 0. It is not 0. 0 into 0, not 75. So it is wrong, not defined. Or repeated addition example. But 0 by X. 0 divided by any number is 0. Because X into 0, 0. Yes? Because any number into 0, 0. Now after that, please do Y into 1. That is a friend. That is Y. What is half into 0?
that is 0. Correct or not? All of you, please note this one 5 thing. Half into 0. That means 0. Any number. Suppose mango into 0. That is 0. Apple into 1. That is apple. I'm very good in drawing. You can see. But be careful. 0 divided by x or apple. That is apple divided by 0. Not defined. Okay. Okay then. Thank you. Thank you very much. Take care.